ഹലോ ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം. 1 കപ്പ് ചെറുപയർ പരിപ്പ്, തേങ്ങ, ഏലക്കായ, ശർക്കര, അണ്ടിപ്പരിപ്പ്, കൊത്തു തേങ്ങ. ചൂടുള്ള പാനിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് കഴുകുന്നതിൻ്റെ മുന്നേ ഇട്ട് നന്നായിട്ട് വറക്കുക. വറുത്തതിന് ശേഷമാണ് കഴുകേണ്ടത്, അതായത് ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ 2ാം പാലിൽ ഈ കഴുകിയ ചെറുപയർ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുക. 3 വിസിൽ 4 വിസിലാകുമ്പോഴേക്ക് നന്നായി വെന്തിരിക്കും. പിന്നീട് നമുക്ക് വറുക്കാൻ ആവശ്യമായ 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് അതിനെ നന്നായി വറുത്ത് കോരുക. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മുടെ മാറ്റി വെച്ച ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഉരുകി വരും. നേരത്തെ വേവിച്ച നമ്മുടെ ചെറുപയർ പരിപ്പിലേക്ക് ഈ ശർക്കര അരിച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ആ സമയം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ, എന്നാൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1 സ്പൂണ് ചുക്ക് പൊടി ചേർക്കുക. ഇതൊരു ഫ്ലേവറിനും എന്തെങ്കിലും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പരിപ്പ് പായസം ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ഏലക്കായ് പൊടിച്ചത് തേങ്ങാപ്പാലിൽ അലിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മാറ്റി വെച്ച 1ാം പാൽ അതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഇത് ചേർക്കേണ്ടത്. ആവശ്യമെങ്കിൽ 1-2 സ്പൂണ് നല്ല നെയ്യ് ചേർത്തിട്ട് നേരത്തെ വറുത്ത് വെച്ച നട്ട്സ്, നമ്മുടെ തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്തിട്ട് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കുറുകിയ നല്ല രുചിയോട് കൂടിയുള്ള അടിപൊളി പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.